ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അമ്പലത്തിൽ നിൽക്കുന്ന നയനയും അതുപോലെ മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ട്. നയനയുടെ സങ്കടങ്ങളൊക്കെ ഓരോന്നായി എണ്ണി എണ്ണി പിറക്കി മുത്തശ്ശിയോടും മുത്തശ്ശനോടും പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും ഒരുപാട് സങ്കടം തോന്നി. പക്ഷേ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞ വേറൊന്നുമല്ല, ദേവയാനി ഇങ്ങനെയാകാൻ കാരണം അത് ആദർശ് തന്നെയാണ്. അവൻ്റെ ആ ഒരു അസുഖം വന്നപ്പോഴേക്കും മകനെ അമ്മ കൂടുതൽ സ്നേഹിച്ച് വളർത്തി. ആ ഒരു അസുഖം ഉള്ളതുകൊണ്ട് തന്നെയാണ് വേറൊരു കുഞ്ഞിനെ വേണ്ട, ആ ഒരു കുഞ്ഞിനെ മാത്രം മതി എന്ന രീതിയിൽ ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വന്നത്. അത്രയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു. ആ ഒരു സ്നേഹമാണ് മോളെ ഇപ്പം നിനക്ക് ദോഷമായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ടു. നയനയ്ക്ക് അപ്പോഴും പറയാനുള്ളത്, ഞാൻ എന്തിനാണ് ആ വീട്ടിൽ നിൽക്കുന്നത്? എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല, മരുമകളായിട്ട് അംഗീകരിച്ചിട്ടില്ല, പിന്നെ എന്തിന് ഞാൻ ആ വീട്ടിൽ കഴിയണം? ഇത്രയും നാൾ ഞാൻ കഴിഞ്ഞത് അത് ആദർശേട്ടൻ്റെ ആ ഒരു സ്നേഹം കണ്ടിട്ടാണ്. പക്ഷേ ആദർശേട്ടൻ അതെല്ലാം അഭിനയിക്കുകയായിരുന്നു എന്നും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കത് വല്ലാത്ത വിഷമത്തിലാണ് അവസാനിച്ചത്. അതുകൊണ്ട് എനിക്ക് വയ്യ മുത്തശ്ശി, ഇനി വരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ ആദർശ് വന്നു. അതിനിടയിൽ മുത്തശ്ശി പറഞ്ഞു, ഇതിനെല്ലാത്തിനും പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം, മോള് ധൈര്യമായിട്ട് വന്നോളൂ, മോള് പേടിക്കൊന്നും വേണ്ട, ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും. മോൾ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടവളല്ല, ആ വീടിൻ്റെ വിളക്കാണ് മോൾ ആ വീട്ടിൽ ഇല്ലാതെ അവിടെ ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റൂല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ആദർശ് വന്ന ഉടനെ തന്നെ നയനയെ കണ്ടതും ആദർശിൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ടപ്പോഴേക്കും മുത്തശ്ശിക്കും തന്നെ വലിയ സന്തോഷമായി. കാരണം എന്തോ ഇത്രയും സമയം തേടിയൊക്കെ നടന്ന് കിട്ടാതെ പരിഭ്രമിച്ച് നമ്മുടെ ആദർശ് നയനയെ കണ്ടപ്പോഴേക്കും ആ കണ്ണുകളിൽ സ്നേഹമാണോ പ്രണയമാണോ അതോ ആ ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിൽ ഓടി വന്ന് നയനയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ്. മുത്തശ്ശി അവിടെ നിൽക്കുന്നത് തന്നെ മറന്നുപോയിരിക്കുന്നു. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശിനെ ഇങ്ങനെ തോണ്ടി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് നോക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നെ അവർക്കറിയാം നമ്മുടെ ആദർശിന് നയനയോട് സ്നേഹമുണ്ട്. പക്ഷേ അത് വിലങ്ങുതടിയായിട്ട് അമ്മ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്, അമ്മ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ്, മരുമകളായിട്ട് അമ്മ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത് എന്ന് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം. പെട്ടെന്ന് ആ ഒരു പ്രണയമുള്ള കണ്ണുകളിൽ പെട്ടെന്ന് ആ ഒരു തിളക്കമൊക്കെ പോയിട്ട്, വെറുതെ പറ്റില്ലല്ലോ, തന്നോട് പറയാതെ പോയതല്ലേ, അപ്പോൾ രണ്ട് വഴക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ആദർശിന് സമാധാനം കിട്ടുമോ? അതുകൊണ്ട് ആദർശ് പെട്ടെന്ന് നീ എന്താ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്? അല്ല നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്നിങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് പറയാനൊന്നും കിട്ടിയില്ല. അപ്പം മുത്തശ്ശിയും പറഞ്ഞു, അതെ നീ ചൂടാകാതിരിക്കുക, നയനമോളെ കണ്ടെത്തിയില്ലോ. അല്ല മുത്തശ്ശി എന്താ ഇവിടെ? അത് ഞങ്ങളിവിടെ ഉണ്ടെന്നറിഞ്ഞ് വന്നതാണല്ലോ, ഞങ്ങളിവിടെ മോളുണ്ടെന്നറിഞ്ഞു, ഒരു ശാന്തിക്കാരൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു, പൂജാരി വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണല്ലോ ഞങ്ങളിവിടെ എത്തിയത്. ഏതായാലും നീ സമാധാനപ്പെട്ട്, കണ്ടുപിടിച്ചല്ലോ നയനെ. എൻ്റെ പൊന്നു മുത്തശ്ശി, ഇവളെ രണ്ടെണ്ണം പറയണം. കാരണം ഇവൾ എന്തിനാണ് ഇറങ്ങിപ്പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ആ വീട്ടിൽ. സന്തോഷത്തോടെ ഇരുന്ന ഇവള് ആരോടും ചോദിക്കുകയും പറയുകയും ഒന്നും ചെയ്യാതെ നമ്മളെ എല്ലാവരെയും സങ്കടത്തിൽ ആഴ്ത്തിയിട്ട് ഇറങ്ങിപ്പോകുന്നത് എന്തിനാ? ഇപ്പോഴും ഇതിൻ്റെ പേരിൽ അവിടെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. എന്തിനാ നീ ഇറങ്ങിപ്പോകുന്നത്? എനിക്കിപ്പോൾ അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയന ഇങ്ങനെ പേടിച്ച് വിറച്ച് തന്നെ നിൽക്കുകയാണ്. നയനയ്ക്ക് ഇത് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മുടെ നയന പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. പിന്നെ നമ്മുടെ നയന ഇത് സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് അറിയുമ്പോഴേക്കും ആദർശിൻ്റെ മനസ്സിൽ വേദനയുണ്ടാകും. അതുകൊണ്ട് മുത്തശ്ശി അവിടെ വേറൊരു ഐറ്റം പ്രയോഗിക്കുകയാണ്. അതെ മോനെ, മോളിവിടെ വന്നതേ നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടിയോ? എന്തിന്? നീ സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും ഈ അമ്പലത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചേക്കാമെന്ന് മോൾക്കൊരു നേർച്ച ഉണ്ടായിരുന്നു. ആ നേർച്ച കഴിക്കാൻ വേണ്ടിയാ മോളിവിടെ വന്നത്. അങ്ങനെ ഒരു നേർച്ച ഉണ്ടെങ്കിലേ നമുക്ക് പറഞ്ഞിട്ട് വരത്തില്ലേ? പറയാതെ എന്തിനാ വന്നത്? അങ്ങനെയും ഒരു നേർച്ച ഉണ്ടായിരുന്നു. നിങ്ങളോടൊന്നും പറയാതെ, നമ്മളോടൊന്നും പറയാതെ, ആരും അറിയാതെ വേണം ഈ പൂജ കഴിപ്പിക്കാമെന്ന് അങ്ങനെയാണ് ഇവള് നേർന്നത്. അതുകൊണ്ടാണ് അവള് ഇന്നലെ രാത്രി ഇവിടെ വന്നതും ഇന്നലെ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്നതും. പക്ഷേ രാത്രി പകുതിയായിട്ട് മോള് വരണമെന്നൊക്കെ ഓർത്തിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, മോൾ ഉറങ്ങിപ്പോയി.
മുത്തശ്ശനും മുത്തശ്ശി എന്തൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇവൾ ഈ കാണിച്ചത് ഒരിക്കലും ശരിയാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനയുടെ കൈ പിടിച്ചുകൊണ്ട് വലിച്ചോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും നയനയുടെ കൈ പിടിച്ചൊക്കെ വലിച്ചാലും ആദർശൻ്റെ മനസ്സിൽ നയനോട് സ്നേഹമുണ്ട് എന്ന് മുത്തശ്ശനും മുത്തശ്ശിക്കും മനസ്സിലായി കഴിഞ്ഞു. നയനയ്ക്ക് പിന്നെ മനസ്സിലാകാത്തത് ആ ഒരു കാർഡും കൂടെ കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ ഷോക്കിൽ നിൽക്കുകയാണല്ലോ. അങ്ങനെ മുത്തശ്ശനെയും ഇങ്ങനെ നോക്കുകയാണ്, കയ്യിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, പൊക്കോ പേടിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കനകദുർഗ പിടിവിട്ട് നിൽക്കുകയാണ്. ഇതുവരെ മകൾ വീട്ടിലെത്തിയിട്ടില്ല. അങ്ങനെ കനകദുർഗ പറയുകയാണ്, എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ മകളെ കണ്ടേ പറ്റൂ. എൻ്റെ മകളെ കണ്ടെത്തിയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ തന്നെ ഞാൻ കെട്ടി തൂങ്ങി ചാകും, ഞാൻ മരിച്ചു കളയും. എനിക്കെൻ്റെ മകളില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവൾ എൻ്റെ ആരാണെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല. ഞങ്ങളുടെയൊക്കെ സ്വത്താണ് അവൾ. കാരണം ഞങ്ങൾക്കൊരു വിഷമം വന്നാൽ ഓടിയെത്തി സഹായിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പൊന്നുമോള് ഞങ്ങളെ വെറും അച്ഛനമ്മമാരായിട്ടല്ല അവൾ കണ്ടിരിക്കുന്നത്. അവളുടെ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് അവളെ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. ഞങ്ങൾ അവളുടെ അച്ഛനമ്മമാരാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ കണ്ടേ പറ്റൂ. കാരണം ഞങ്ങൾക്ക് അത്രയ്ക്കും നല്ല കാര്യങ്ങൾ ചെയ്ത നല്ല മോളാണ് അവളെപ്പോലെ ഒരു മോളെ കിട്ടണമെങ്കിലേ അത് പുണ്യം ചെയ്യണം, പുണ്യം എന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ പതിയെ വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ സമാധാനപ്പെടുന്നത്. ജലജയാണെങ്കിൽ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ജലജയുടെ കാലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറുകയാണ്. നിങ്ങളിവിടെ ആത്മഹത്യ വല്ലതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ലേ കുരുങ്ങണത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, അവൾ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മെക്കിട്ട് കയറേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ജലജ അങ്ങോട്ടങ്ങ് തുടങ്ങുകയാണോ. അത് മുത്തശ്ശനും മുത്തശ്ശി ഇല്ലാത്ത സമയമല്ലേ. മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടെങ്കിൽ ജലജയുടെ വായ അടപ്പിക്കും. ഏതായാലും ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അനിയുടെ അമ്മ നിന്നു. അനിയുടെ അമ്മ വന്ന് പറഞ്ഞു, കനകദുർഗ പേടിക്കൊന്നും വേണ്ട, അവരിങ്ങെത്തും. ഏതായാലും ആദർശമോൻ പോയിട്ടുണ്ടല്ലോ, ഇങ്ങോട്ട് തന്നെ വരും. അവൾ വേറെ ഒന്നും ചെയ്യില്ല. അവൾ ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിൻ്റെ പ്രശ്നത്തിൻ്റെ പേര് ചിലപ്പോൾ ഇറങ്ങി വല്ലതും പോയതായിരിക്കും. അതൊന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ നമുക്ക് അറിഞ്ഞിട്ട് പോരെ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പം, എങ്കിൽ പിന്നെ പോലീസിനെ അറിയിക്കാതെ ഇത് ശരിയാവില്ല എന്ന് ഗോവിന്ദനും പറഞ്ഞു. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയന വരുന്നത്. നയന എത്തി പെട്ടെന്ന് അമ്മ എന്ന് വിളിക്കുമ്പോഴത്തേക്കും കനകദുർഗ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. മോളെ, നീ എവിടെയായിരുന്നു, നിനക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഈ സമയത്താണെങ്കിൽ ജലജയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൽക്കുക. മാരണം പോയി എന്ന് ഓർത്താണ്. എന്നിട്ട് മാരണം പിന്നെയും തിരിച്ചു കയറി വന്നല്ലോ എന്ന ആ ഒരു മനസ്സിലെ ആ ഒരു ഇതാണ്. മാരണം തന്നെയാണ് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവൾ എന്നേക്കും എവിടെയെങ്കിലും പോയി ഒടുങ്ങുന്നു വിചാരിച്ചതായിരുന്നു. പിന്നെ ഒരെണ്ണത്തിന് ഇവിടെ നിന്ന് പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ. ഇപ്പം രണ്ടെണ്ണം കൂടെ വീണ്ടും ഇങ്ങോട്ടേക്ക് ആയി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ദേവയാനി പെട്ടെന്ന് കയറി വന്നിട്ട്, നിങ്ങളെല്ലാവരും സന്തോഷിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും അവൾ വന്നിട്ട്. പക്ഷേ എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ. ആരോടും പറയാതെയും മിണ്ടാതെയും പിറക്കാതെയൊക്കെ ഇവൾ എവിടെയാണ് പോയതെന്ന് എനിക്ക് അറിയണം. ഇവൾ പോയ സ്ഥലം എവിടെയാണെന്ന് ഇവൾ പറയട്ടെ. എന്തിനിവൾ പോയി എന്നും അറിയണം. ഈ പാതിരാത്രി ഇവിടെ നിന്ന് ആരോടും പറയാതെ ഒരു ദിവസം മുഴുവൻ അവൾ ഇവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതെവിടെയാണ് പോയതെന്നും അതെന്തിനാണ്, ഇവൾക്ക് എന്താണ് പറ്റിയതെന്നും എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ നയനേനെ ഇങ്ങ് വിളിച്ചിട്ട്, നീ സത്യം പറയടി, നിനക്ക് എന്താ പറ്റിയത്? നിന്നെ ആരും ഇവിടെ ഒന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ മകൻ നിന്നെ കൈവെള്ളയെ കൊണ്ടാണല്ലോ ഇപ്പം നടക്കുന്നത്. പിന്നെ നിനക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നടി? നീ എവിടെയാടി പോയത്? എനിക്കറിയണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ നയന പറഞ്ഞു, അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയതാ. അമ്പലത്തിൽ ഈ പാതിരാത്രി നീ എന്തിനു പോയി? അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയി. പക്ഷെ അവിടെ ചെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. എന്തിന് കിടന്നുറങ്ങി നീ? നീ വെറുതെ നുണയൊന്നും പറയണ്ട കേട്ടോ നയനെ. നീ സത്യം പറ, നീ എന്തിനാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്? അതിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, എനിക്കത് അറിയണമെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും വന്നിട്ട്, അതെ നയനമോളെ ആരും സങ്കടപ്പെടുത്തണ്ട, അവളാകെ സങ്കടത്തിൽ തന്നെ ഇപ്പോൾ ഉള്ളത്. അവൾ പറഞ്ഞത് കേട്ടില്ലേ, അതൊക്കെ സത്യം തന്നെയാണ്. അവൾക്കൊരു നേർച്ചയുണ്ടായിരുന്നു. ആദർശ് മോൻ അവളെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയത്ത് അവൾ അമ്പലത്തിൽ പോയേക്കാമെന്നും അവിടെ ഒരു രാത്രി മുഴുവൻ ഇരുന്നേക്കാമെന്നും ഒരു നേർച്ച ഉണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണ് അവൾ ഇന്നലെ വരാതിരുന്നത്. അതിൽ കൂടുതൽ ആർക്കും ഇവിടെ ഒന്നും അറിയണ്ടല്ലോ, എന്നോട് പറഞ്ഞു നയനമോള്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവളെ ചോദ്യമൊന്നും ചെയ്യണ്ട. മോള് ടയേർഡായിട്ട് വന്നിരിക്കുക, മോളൊരു കാര്യം ചെയ്യുക, മോള് പോയി ഫ്രഷ് ആകുക എന്ന് പറഞ്ഞ് നമ്മുടെ നയനയെ കയറ്റി വിട്ടു. അപ്പോഴത്തേക്കും ദേവയാനിക്ക് പിന്നെ സംശയമാണ്. അങ്ങനെ ദേവയാനി പറയുന്നുണ്ട് മുത്തച്ഛിയോടും, നിങ്ങളെ അവൾ പറഞ്ഞു പറ്റിക്കുന്നതാണ്. അവൾ അങ്ങനെയൊന്നും അവൾ വേറെ എന്തോ അവളുടെ മനസ്സിലുണ്ട്. ഒരിക്കലും അവൾ അങ്ങനെയൊന്നും പോയിരിക്കുന്നതല്ലെന്ന് പറയുമ്പോൾ, നിന്നോട് അവൾ പറഞ്ഞോ? ഇല്ലല്ലോ.
അതുകൊണ്ട് നീ കൂടുതൽ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടണ്ട, നീ ദേവയാനി നിനക്ക് വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയുടെ മുമ്പിൽ കൈകൂപ്പി കനകദുർഗ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മകൾക്ക് ഒരാപത്തും സംഭവിക്കരുത്, എൻ്റെ മകളെ പൊന്നു പോലെ നോക്കണം. ഹേയ്, ഒരാപത്തും സംഭവിക്കില്ല, അവളെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നയനയോട് യാത്ര പറഞ്ഞിട്ട് ഗോവിന്ദനും കനകദുർഗയും അവിടെ നിന്ന് പോവുകയാട്ടോ ചെയ്യുന്നത്. ഏതായാലും വലിയ സന്തോഷമൊക്കെ ആയി കനകദുർഗയ്ക്ക്, മോളെ കണ്ടു കിട്ടിയല്ലോ. അതും എല്ലാവരും വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. മോള് നല്ല കാര്യത്തിന് വേണ്ടിയാണ് അമ്പലത്തിലാണ് പോയതെന്നൊക്കെ അറിഞ്ഞപ്പോഴേക്കും നമ്മുടെ കനകദുർഗയ്ക്ക് വീണ്ടും വീണ്ടും ആ ഒരു സന്തോഷം ഇരട്ടിക്കുകയാണ് ചെയ്തത്. ഇതേ സമയത്താണെങ്കിൽ ജലജ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇല്ല ഇത് ശരിയല്ല, ഇതൊരിക്കലും ശരിയല്ല. കാരണം അവൾ വേറെ എന്തിൻ്റെയോ പേരിലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളത്. പക്ഷേ അവളിപ്പോൾ പറയുന്നതെല്ലാം അതെല്ലാം പച്ചക്കള്ളമാണ് എന്നിങ്ങനെ നമ്മുടെ അഭിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് നമ്മുടെ നവ്യാണെങ്കിൽ റൂമിനകത്ത് കയറി ചെന്ന് നിന്നിട്ട് അവൾ പോയെന്ന് ഓർത്തായിരുന്നു. എന്നിട്ട് അവൾ വീണ്ടും കയറി വന്നു. അവൾ ഈ വീട്ടിൽ നിന്ന് പോകുമായിരുന്നെങ്കിൽ എനിക്ക് മാത്രം ഈ വീട് സ്വന്തമായനെ, ഞാൻ മാത്രം ഈ വീടിൻ്റെ മരുമകളായനെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ ഒരു സൈഡിൽ സ്വന്തം അനിയത്തിക്കിട്ട് പാര പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ നന്ദു ആണെങ്കിൽ വീട്ടിൽ കിടന്ന് പതറി തപ്പുകയാണ്. അച്ഛനെയും അമ്മേനെയും കാണുന്നില്ല. ഇവരെവിടെ പോയി, ഒരു പിടിയില്ലല്ലോ, ഒരു എത്തും പിടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂവി വിളിച്ച് നടക്കുന്നു. അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നടക്കുമ്പോൾ കനകദുർഗയും ഗോവിന്ദനും കൂടെ എന്താ പറയുക, ക്ഷീണിച്ച് മടുത്തിങ്ങനെ വരികയാണ്. അപ്പം ഇവള് പെട്ടെന്ന് ഓടിച്ചെന്നിട്ട് ഇത് നിങ്ങൾ ഈ പാതിരാത്രി എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പം അത് വേറെ എവിടെയും പോയതല്ല, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയതായിരുന്നു, മോളുടെ ചേച്ചിയുടെ അടുത്ത് വരെ. എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? എന്താ ആ നവ്യ എന്ന് പറയുന്ന അവൾ വല്ലതും ഉണ്ടാക്കി വെച്ചോ? ഹേയ്, നവ്യല്ല മോളെ, നയന മോള്. അയ്യോ, നയനേച്ചിക്ക് എന്താ പറ്റിയത്? നയനേച്ചീനെ ഇന്നലെ മുതൽ കാണുന്നില്ലായിരുന്നു. എന്നിട്ട് എന്നെ എന്താ വിളിക്കാത്തത്? എൻ്റെ നയനേച്ചി എവിടെയാ? നയനയ്ക്ക് ഇപ്പം പ്രശ്നമൊന്നുമില്ല മോളെ, നയനമോള് വീട്ടിലെത്തിയിട്ടുണ്ട്. ഏതായാലും എന്നെയും കൂടെ വിളിക്കുകയായിരുന്നെങ്കിൽ അവിടെ വീണ്ടും പ്രശ്നം വല്ലതും നടന്നു കാണും, അതായിരിക്കും നയനേച്ചി അവിടെ നിന്ന് പോയത്. ഹേയ് മോൾ, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, പ്രശ്നമൊന്നുമില്ലായിരുന്നു, അതൊരു നേർച്ചയായിരുന്നു. അവളെ അമ്പലത്തിൽ പോയി ഒരു ദിവസം മുഴുവൻ ഇരുന്നേക്കാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ അമ്പലത്തിലേക്ക് പോയത്. അങ്ങോട്ടേക്ക് പോയോണ്ടാ എല്ലാവർക്കും എവിടെയാണെന്ന് അറിയില്ലാതെ പോയത്. അപ്പം നയനേച്ചി പറഞ്ഞിട്ടല്ലേ പോയത്? അവൾ പറയാതെയാ പോയത്. അല്ലല്ലോ, ഇതിലെന്തോ ഉണ്ടല്ലോ അമ്മേ, ഇതിലെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നു നന്ദു, ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇല്ല. ഏതായാലും നീ മാറിക്കേ, ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങട്ടെ, ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. ചിന്നൂസ് വേൾഡിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയും ഗൗതമിൻ്റെയും നന്ദയുടെയും കഥയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സഹായിക്കാം. നിങ്ങളുടെ ഇഷ്ടവിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഇടണമെന്ന് കുറേ പേര് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഒരു ചാനലും കൂടെ ഉണ്ടാക്കി നമ്മൾ കഥ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.